എന്ത് പണിയമ്മ ഈ പപ്പി കാണിക്കുന്നേ? ഒരു വാക്ക് പോലും പറയാതല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ എല്ലാം തിരക്കി നടക്കില്ലായിരുന്നോ? അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമ പറയുന്നേ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അയാളുടെ മനസ്സ് മുഴുവനും പകയാ എന്ന് വെച്ച് ഞാൻ മാറി നിന്നാ അയാളും ആ സുസ്മിതയും കൂടി ഇതിലും വലിയ ചതികൾ അവിടെ ചെയ്യും. അതിനു കൂട്ടായിട്ട് ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും അവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തോ ജോലി സംബന്ധിച്ച, ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോ നിർബന്ധിത ലീവില്ല. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തലിൽ കളക്ടർക്ക് പങ്കുള്ളതായി ആരോപണം വന്നു. മുഖം രക്ഷിക്കാനായി കുറച്ച് ദിവസത്തേക്ക് കളക്ടർ ലീവിൽ പോണമെന്ന് റവന്യൂ മന്ത്രിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഈ തിരിച്ചടികൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവന്മാരെയൊക്കെ നിലക്കി നിർത്താൻ അവനെ കൊണ്ടേ കഴിയൂ. അതിനവൻ മറവിൽ നിന്ന് വെളിയിൽ വരണം മോളെ. അതിനുള്ള വഴിയാമ ഇപ്പൊ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശത്രുക്കൾ ഓരോ ദിവസം കൂടുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും ആ രീതി തന്നെ വരണം. ആ, ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണോ അമ്മേ? ഇല്ലെങ്കിൽ ഇന്ന് രോഗത്ത് അതിന്റെ പേരിലായിരിക്കും വഴക്ക് നടത്തുക. പപ്പി, പപ്പി മോളെ വാ, നമുക്ക് വീട്ടിൽ പോവാം. ശ്യാമേ, അവക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നേ? പേടിച്ച് തന്നെ വളരട്ടെ. എന്നാലും ജീവിതം എന്താന്ന് കുട്ടികളും പഠിക്കും. മോളെ വന്നേ, നമുക്ക് പോവാം. വാ പോവാം. ഞാൻ അവിടേക്ക് വരുന്നില്ലമ്മേ. ഞാൻ ഇവിടെ നിന്നോളാം. സത്യയോടൊപ്പം സ്കൂളിൽ പൊക്കോളാം. വേണ്ട, അവിടെ നിന്റെ അച്ഛൻ നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് വയ്യ ഇതിന്റെ പേരിൽ ഇനി ചീത്ത കേൾക്കാനായിട്ട്. നീ വാ ഇങ്ങോട്ട്. ശ്യാമേ, ചേച്ചമ്മ പറ, ചേച്ചമ്മ എന്നെ കൊണ്ടുപോകില്ലെന്ന്. ഞാൻ ചേച്ചമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞയക്കല്ലേ ചേച്ചമ്മ. ശ്യാമേ, ഇവള് കുഞ്ഞേച്ചി തടയരുത്. ഞാൻ ഇവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയും കൊണ്ട് ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെയാ പ്രവർത്തിക്കാന്ന് എനിക്ക് അറിയില്ല. പപ്പി വാ പോവാം. അങ്ങോട്ട് കയറ. എന്നെ കൊണ്ടുപോലെന്ന് പറ ചേച്ചമ്മ. പപ്പി കൊണ്ടുപോലെന്ന് പറ അമ്മേ. പപ്പി കൊണ്ടുപോലെന്ന് ഒന്ന് പറ അമ്മ. ഞാൻ വരുന്നില്ല. കരയാതിരിക്കെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ കുഞ്ഞല്ലേ പപ്പി.